എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ട്രാക്ക് ആൻഡ് ട്രിക്സ് മലയാളം. ഇന്ന് നമ്മളൊരു അൾട്ടിമേറ്റ് സ്റ്റഡി പ്ലാൻ ഫോർ S2 യൂണിവേഴ്സിറ്റി എക്സാം ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് മെയ് 7-നാണ്. നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാം, ഇതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ ടൈം ടേബിൾ. അപ്പോൾ ഇന്ന് മെയ് 2ആണ്. മെയ് 7-നാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഒന്നും പഠിക്കാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഒന്നും പേടിക്കേണ്ട. നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഈ പ്ലാൻ വെച്ച് പഠിക്കാൻ തുടങ്ങിയാൽ മതി. നിങ്ങൾക്ക് ഉറപ്പായിട്ട് എല്ലാ പേപ്പറും പാസ്സാവാൻ കഴിയും, ഞാൻ ഉറപ്പ് തരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റഡി പ്ലാൻ നോക്കാം. മെയ് 2 ഇന്ന്. അപ്പോൾ മെയ് 7 എക്സാം സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇന്ന് പഠിക്കാൻ ഇനി കുറച്ച് ടൈം മാത്രമേ ഉള്ളൂ. സോ ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് മാത്സിൻ്റെ 4 മൊഡ്യൂൾസിൻ്റെ എല്ലാ ടോപ്പിക്സും ഒരു പേപ്പറിൽ എഴുതി വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ക്ലാസ്സിൽ നിന്ന് കിട്ടിയ നോട്ട്സിൽ നിങ്ങളുടെ ടീച്ചർ ഇമ്പോർട്ടൻ്റ് പറഞ്ഞിട്ടുള്ള നോട്ട് മാർക്ക് ചെയ്തതെല്ലാം ഈ പേപ്പറിൽ ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. ടീച്ചർ ക്ലാസ്സിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾ നോട്ടിൽ മാർക്ക് ചെയ്തതെല്ലാം നിങ്ങൾ ഈ ടോപ്പിക്സ് എഴുതിയ പേപ്പറിൽ ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ സീരീസ് 1 and 2 ക്വസ്റ്റ്യൻ പേപ്പർ, നിങ്ങൾക്ക് കോളേജിൽ നിന്ന് കിട്ടിയ, കോളേജ് പ്രിപ്പയർ ചെയ്ത സീരീസ് 1 and 2 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെക്കുക. അതിൽ വന്ന ടോപ്പിക്സ് നിങ്ങൾ മാർക്ക് ഹൈലൈറ്റ് ചെയ്ത ടോപ്പിക്സിൽ ഏതെങ്കിലും ഹൈലൈറ്റ് ചെയ്താൽ വിട്ടുപോയ ടോപ്പിക്സ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഹൈലൈറ്റ് ചെയ്യുക. ഇനി എല്ലാ ഇക്വേഷൻസ് ആൻഡ് ഫോർമുല ഒരു പേപ്പറിൽ എഴുതി വെക്കുക. ഇന്ന് തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങളിത് മെയ് 2 ഇത് കാണുന്നതെങ്കിൽ ഇന്ന് തന്നെ ഇതിപ്പോൾ ചെയ്യുക. മെയ് 3 മോർണിംഗ് ഇത് തന്നെ ചെയ്തു വെക്കുക. ഇക്വേഷൻസ് ആൻഡ് ഫോർമുല ഒരു പേപ്പറിൽ എഴുതി വെക്കുക. വേണമെങ്കിൽ ബെഡിൻ്റെ അടുത്തുള്ള വാളിൽ ഒട്ടിച്ച് വെക്കുക. അതാകുമ്പോൾ രാത്രി ഉറങ്ങാൻ പോകുമ്പം അല്ലെങ്കിൽ മോർണിംഗ് എണീക്കുമ്പോൾ അല്ലെങ്കിൽ ഉറക്കമില്ലാത്ത സമയത്തെല്ലാം ബെഡിൽ കിടക്കുമ്പോൾ അത് നോക്കി വായിച്ച് മെമ്മറൈസ് ചെയ്യാം. ഇതാണ് ഇന്ന് മെയ് 2 അല്ലെങ്കിൽ മെയ് 3 ചെയ്യാനുള്ള പ്ലാൻ. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മെയ് 2 അല്ല 3 ഇത് കാണുന്നതെങ്കിൽ കൂടി നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ കൺസെപ്റ്റ്സ് ആൻഡ് സ്റ്റെപ്സ് മനസ്സിലാക്കി ചെയ്ത് പഠിക്കുക. ഈസി ആയിട്ട്. പിന്നെ ഞാൻ ഇക്വേഷൻസ് നോക്കാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഓരോ ഇക്വേഷൻസിൽ 1 or 2 മാർക്സ് വെറുതെ കിട്ടും. ചില ഇക്വേഷൻസിനൊക്കെ 3 മാർക്കൊക്കെ മാക്സിമം കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇവിടെ നമുക്ക് മെയ് മന്തിലെ കാലണ്ടർ കാണാം. മെയ് 3 നിങ്ങളിത് റെഡി ആക്കുന്നതെങ്കിൽ മെയ് ആഫ്റ്റർനൂൺ ഓർ ഈവനിങ് ടൈമിൽ നിങ്ങൾക്ക് ടഫായിട്ടുള്ള വേറെ സബ്ജക്റ്റ് പ്രിപ്പയർ ചെയ്യാം. അതായത് ഇവിടെ മെക്കാനിക്സ് മെയ് 3 ഇവിടെ ഞാൻ മെക്കാനിക്സാണ് പ്രിപ്പയർ ചെയ്യുന്നത്. മെയ് 3 അതായത് ആഫ്റ്റർനൂൺ ഈവനിങ് ഞാൻ മെക്കാനിക്സ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എനിക്ക് ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നൊരു സബ്ജക്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ മെക്കാനിക്സാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ്, ഇനി ഈ അടുത്ത സബ്ജക്റ്റ് ഡിഫിക്കൽട്ടായ അല്ലെങ്കിൽ മാർക്ക് കൂടിയ ഒരു മൊഡ്യൂൾ മാക്സിമം പഠിച്ച് കംപ്ലീറ്റ് ചെയ്യുക ഈ ടൈമിൽ. അതായത് നിങ്ങൾക്ക് ഡിഫിക്കൽട്ടായ സബ്ജക്റ്റ് നിങ്ങൾ മെയ് 3 നോക്കുക. മെയ് 3 തന്നെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സബ്ജക്റ്റ്, മാത്സ് അല്ല ഞാൻ പറയുന്നത്, ഡിഫിക്കൽട്ടായിട്ടുള്ള വേറെ ഏതെങ്കിലും സബ്ജക്റ്റ് നോക്കുക. ആ സബ്ജക്റ്റിലെ 4 മൊഡ്യൂൾസിലെടുത്തിട്ട് അതിൽ നിങ്ങൾക്ക് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു മൊഡ്യൂൾ അല്ലെങ്കിൽ അതിലേറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന മൊഡ്യൂൾ, ചില മൊഡ്യൂളിന് 10 മാർക്കാണെങ്കിൽ ചിലതിൽ 9 മാർക്കാണ്. അപ്പോൾ മാർക്ക് കൂടിയത് നിങ്ങൾ എടുത്ത് പഠിക്കുക, അല്ലെങ്കിൽ ഡിഫിക്കൽട്ടായി തോന്നുന്നത് എടുത്ത് പഠിക്കുക. ഇനി മെയ് 4 ഇതുപോലെ കുറച്ച് മാത്സ്, കുറച്ചും കൂടെ നോക്കാം. അത് മോർണിംഗ് ടൈമിൽ, മെയ് 4 മോർണിംഗ് ടൈമിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. എങ്ങനെ ചെയ്യേണ്ടത്, അതിൻ്റെ കൺസെപ്റ്റ് എന്താണ്, സ്റ്റെപ്പ് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് മെയ് 4 തന്നെ ആഫ്റ്റർനൂൺ ഈവനിങ് നിങ്ങൾക്ക് വേറൊരു സബ്ജക്റ്റ് എടുത്ത് പഠിക്കാം. മെക്കാനിക്സ് മെയ് 3 നോക്കിയതാണ്. അപ്പം മെയ് 4 വേറെ ഡിഫിക്കൽട്ടായിട്ടുള്ള സബ്ജക്റ്റ് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഫിസിക്സാണ് എടുക്കുന്നത്. അപ്പോൾ ഫിസിക്സിൻ്റെ ഡിഫിക്കൽട്ട് അല്ലെങ്കിൽ മാർക്ക് കൂടിയ മൊഡ്യൂൾ ഞാൻ മെയ് 4 പഠിക്കുന്നു. അപ്പം മെയ് 5 and 6 ഇപ്പോൾ 7 എക്സാം മാത്സ്. മെയ് 5 and 6 കംപ്ലീറ്റ് മാത്സ് നോക്കുക, കംപ്ലീറ്റ് മാത്സ് പഠിക്കുക. ഇനി മെയ് 7 മോർണിംഗ് ആകുമ്പോൾ, മോർണിംഗ് ടൈമിൽ കോളേജിൽ പോകുന്നതിന് മുമ്പായിട്ട് മാത്സ് റിവിഷൻ ചെയ്യുക. ഓക്കെ, വേറെ ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, നിങ്ങൾക്ക് പാസ്സാവാൻ വെറും 3 മൊഡ്യൂൾ ധാരാളം പഠിച്ചാൽ മതി. പക്ഷേ പഠിക്കുമ്പോൾ 3 മൊഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. 3 മൊഡ്യൂൾ കംപ്ലീറ്റ് ആയി പഠിച്ചിട്ട് പോയാൽ എന്തായാലും പാസ്സാവും. ഇനി നെക്സ്റ്റ് എക്സാം നോക്കാം. നെക്സ്റ്റ് എക്സാം വരുന്നത് 12 മെയ് 12 നമ്മുടെ ടൈം ടേബിൾ ഫിസിക്സാണ് വരുന്നത്. ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി ആണ്. അപ്പോൾ അത് പഠിക്കാൻ നമുക്ക് ഇപ്പോൾ മെയ് 7 എക്സാം കഴിഞ്ഞാൽ നമുക്ക് 4 days ഉണ്ട് ഫിസിക്സ് പഠിക്കാൻ. അപ്പോൾ നിങ്ങൾ മെയ് 7 ആഫ്റ്റർ എക്സാം വേണമെങ്കിൽ നിങ്ങൾക്ക്
മെയ് 7th ആഫ്റ്റർ എക്സാം വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേറെ ഏതെങ്കിലും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സബ്ജക്റ്റ് നോക്കാം. ഞാൻ മെക്കാനിക്സ് തന്നെയാണ് എടുക്കുന്നത്. മെക്കാനിക്സിൻ്റെ അടുത്ത ഒരു മൊഡ്യൂൾ നമ്മൾ മുമ്പ് കംപ്ലീറ്റ് ചെയ്തതാണെങ്കിൽ നെക്സ്റ്റ് മൊഡ്യൂൾ ഡിഫിക്കൽട്ടായിട്ടുള്ള അല്ലെങ്കിൽ മാർക്ക് കൂടി നെക്സ്റ്റ് മൊഡ്യൂൾ മെയ് 7th ഈവനിങ് നോക്കാവുന്നതാണ്. ഇനി മെയ് 8th ഫിസിക്സ് കുറച്ച് പഠിക്കുക, മോർണിംഗ് ടൈം ഫിസിക്സ് പഠിക്കുക. മെയ് 8th തന്നെ ആഫ്റ്റർനൂൺ ആൻഡ് ഈവനിങ് നെക്സ്റ്റ് ഡിഫിക്കൽട്ട് സബ്ജക്റ്റ് നോക്കാം. നെക്സ്റ്റ് ഡിഫിക്കൽട്ട് സബ്ജക്റ്റായിട്ട് ഞാൻ ഇവിടെ പ്രോഗ്രാം കോർ അല്ലെങ്കിൽ നിങ്ങൾക്ക് സി പ്രോഗ്രാം എടുക്കാം. സി പ്രോഗ്രാമിൻ്റെ കുറച്ച് ബേസിക്സ് പഠിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോഗ്രാം കോറാണ് ഡിഫിക്കൽട്ടെങ്കിൽ അത് പഠിക്കാം. ഇനി മെയ് 9th മോർണിംഗ് ഫിസിക്സ് പഠിക്കുന്നു, ആഫ്റ്റർനൂൺ ഞാൻ പ്രോഗ്രാം കോർ അല്ലെങ്കിൽ മെക്കാനിക്സ് നോക്കുന്നു. ഇനി മെയ് 10th and 11th, അതായത് 12th എക്സാം. മെയ് 10th and 11th കംപ്ലീറ്റ് ഫിസിക്സ് നോക്കുക. ഓക്കെ. ഇനി നെക്സ്റ്റ് എക്സാം വരുന്നത് മെയ് 15th അത് മെക്കാനിക്സ് ആണ് ഇവിടെ ടൈം ടേബിൾ കാണുന്നത്. മെയ് 15th അപ്പം അതിന് വേണ്ടി മെയ് 12th എക്സാം കഴിഞ്ഞാൽ പിന്നെ 2 days മാത്രമേ മെക്കാനിക്സ് പഠിക്കാനുള്ളൂ. അപ്പോൾ നമ്മൾ ഓൾറെഡി 2 മൊഡ്യൂൾ ഡിഫിക്കൽട്ടായിട്ടുള്ള അല്ലെങ്കിൽ മാർക്ക് കൂടി 2 മൊഡ്യൂൾ നേരത്തെ കംപ്ലീറ്റ് ചെയ്തത് കൊണ്ട് നമുക്ക് 13th 14th കംപ്ലീറ്റ് ബാക്കിയുള്ള 2 മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യാം. ഇനി മെയ് 15th മോർണിംഗ് എക്സാം തുടങ്ങുന്നത് കോളേജിൽ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എല്ലാം കൂടെ റിവൈസ് ചെയ്യാവുന്നതാണ്. അടുത്ത നെക്സ്റ്റ് എക്സാം മെയ് 19th അതിന് നമുക്ക് 15th കഴിഞ്ഞാൽ 3 days മാത്രമേ അത് പഠിക്കാൻ കിട്ടുന്നുള്ളൂ. നെക്സ്റ്റ് എക്സാം വരുന്നത് സി പ്രോഗ്രാമിംഗ് ആണ് 19th. അപ്പം 3 days ഉണ്ട്. അപ്പം മെയ് 16th അല്ലെങ്കിൽ 15th ആഫ്റ്റർ എക്സാം. മെയ് 15th ആഫ്റ്റർ എക്സാം നമുക്ക് സീൻ്റെ ബേസിക്സ് നോക്കാം. 16th മോർണിംഗ് വരെ ഫുള്ള് ബേസിക്സ് നോക്കാം. ആൻഡ് മെയ് 17th and 18th കംപ്ലീറ്റ് പ്രോഗ്രാം ചെയ്ത് പഠിക്കുക. സി പ്രോഗ്രാമിൻ്റെ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്ത് പഠിക്കുക. ആൻഡ് മെയ് 19th മോർണിംഗ് ബിഫോർ ഗോയിങ് ടു കോളേജ് എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. നെക്സ്റ്റ് എക്സാം വരുന്നത് മെയ് 22nd അതിന് പഠിക്കാൻ 19th എക്സാം കഴിഞ്ഞാൽ വരുന്നത് 2 days മാത്രമാണ്. അത് മെയ് 22nd ഇവിടെ കാണുന്ന പ്രോഗ്രാം കോറാണ്. പ്രോഗ്രാം കോർ പഠിക്കാൻ 2 days മാത്രമേ ഉള്ളൂ. അപ്പോൾ മെയ് 19th ആഫ്റ്റർ എക്സാം നമുക്ക് എന്ത് ചെയ്യാം, ഫുള്ള് 19th അതായത് മെയ് 19th ഈവനിങ് ടു 21st കംപ്ലീറ്റ് പ്രോഗ്രാം കോർ പഠിക്കാം, മോർണിംഗ് റിവൈസ് ചെയ്യുക. ഓക്കെ. അടുത്ത നെക്സ്റ്റ് എക്സാം വരുന്നത് 26th IPR ആണ്. അപ്പോൾ അത് പഠിക്കാൻ മെയ് 22nd കഴിഞ്ഞാൽ 3 days ഉണ്ട്. IPRന് 3 days ധാരാളമാണ്. അപ്പം എനിക്ക് തോന്നുന്നു മെയ് 23rd and 24th കംപ്ലീറ്റ് പഠിച്ചാൽ തന്നെ നമുക്ക് 23rd ഉം 24th കംപ്ലീറ്റ് പഠിച്ചാൽ തന്നെ IPR കംപ്ലീറ്റ് ആവും. 25 ആണെങ്കിൽ റിവൈസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ പഠിച്ചാൽ തന്നെ അപ്പോൾ ഇതാണ് നമ്മളെ അൾട്ടിമേറ്റ് സ്റ്റഡി പ്ലാൻ. അപ്പോൾ മെയ് 27th സപ്ലി എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റഡി പ്ലാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ ഗിവ് ഇറ്റ് എ ലൈക്ക്, സബ്സ്ക്രൈബ് ഫോർ മോർ എഞ്ചിനീയറിംഗ് ടോപ്പിക്സ് ആൻഡ് സ്റ്റഡി മെത്തേഡ്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.